ദേശീയപാത നിർമ്മാണം കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കി. മഴ പെയ്തതോടെ വീടുകൾ ചെളിവെള്ളത്തിൽ. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായ കൊച്ചിയിലെ കപ്പൽ അപകടം. കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന പ്രചരണം തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിൽ തൊഴിലാളികൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത നിർമ്മാണം കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. റോഡ് നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ ഇവർക്ക് സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. മഴ പെയ്തതോടെ വീടുകൾ ചെളിവെള്ളത്തിലായ നിലയിലാണ്. കോട്ടപ്പുറം പാലത്തിന് സമീപം താമസിക്കുന്ന 8ഓളം കുടുംബങ്ങളാണ് വികസനത്തിൻ്റെ ഇരകളായി മാറുന്നത്. റോഡ് നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ ഇവർക്ക് സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. വേനൽക്കാലത്ത് അന്തരീക്ഷ മലിനീകരണമായിരുന്നു പ്രധാന പ്രശ്നം. എന്നാൽ മഴ പെയ്തതോടെ വീടുകൾ ചെളിവെള്ളത്തിലായ നിലയിലാണ്. റോഡിലൂടെ ഒഴുകിവരുന്ന മലിനജലം താഴെയുള്ള വീടുകളുടെ ചുറ്റിലുമായി കെട്ടിനിൽക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും മുറ്റത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. നിർമ്മാണത്തിലിരിക്കുന്ന റോഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൽപ്പൊടി മഴവെള്ളത്തോടൊപ്പം വീട്ടുമുറ്റത്തേക്ക് കുത്തിയൊലിച്ചു വരികയാണ്. 2 നില വീടുകളിൽ താമസിക്കുന്നവർ വീടിൻ്റെ താഴത്തെ നില ഉപേക്ഷിച്ച് മുകൾ നിലയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിക്ക് കീഴിൽ നടക്കുന്ന പ്രവൃത്തിയായതിനാൽ നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വീട്ടുകാർക്ക് മുന്നിൽ നിസ്സഹായതയോടെ കൈമലർത്തുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. എൻഫോഴ്സ്മെന്റ് RTO വിഭാഗത്തിന് കൈമാറി. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഉടമയിൽ നിന്ന് 20,000 രൂപ പിഴ ചുമത്തി. ശനിയാഴ്ചയാണ് പാലിയേക്കര ടോൾ പ്ലാസ വഴി കടന്നുപോയ ലോറി നെല്ലായിൽ വെച്ച് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറി അമിതഭാരം കയറ്റി ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ് പോയിരുന്നത്. ഏറെ ഗതാഗതക്കുരുക്കുള്ള ആമ്പല്ലൂർ ഭാഗത്തുകൂടെ ലോറി പോകുന്ന ദൃശ്യങ്ങൾ യാത്രക്കാർ മൊബൈലിൽ പകർത്തി എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിന് കൈമാറുകയായിരുന്നു. തൃശൂർ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കൊടകര പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ലോറി നെല്ലായിൽ വെച്ച് പിടികൂടിയത്. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഉടമയിൽ നിന്ന് 20,000 രൂപ പിഴ ചുമത്തി. മീഡിയ ടൈം, കൊടകര. ട്രോളിംഗ് നിരോധന കാലം വിരലെണ്ണി കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം. കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിച്ചിരിക്കുകയാണ്. പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിച്ചിരിക്കുകയാണ്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലമാണ്. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിംഗ് നിരോധന കാലം. ഈ 2 കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കപ്പൽ അപകടം. മത്സ്യവിഭവങ്ങൾ ഭക്ഷിക്കരുതെന്ന പ്രചരണത്തെ തുടർന്ന് മത്സ്യക്കച്ചവടം വൻതോതിൽ കുറഞ്ഞ അവസ്ഥയാണുള്ളത്. മത്സ്യക്ഷാമം, കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പലപകടത്തിന്റെ പേരിലുള്ള പ്രചരണം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് പരമ്പരാഗത വള്ളങ്ങൾ വലയൊരുക്കി കാത്തിരിക്കുന്നത്. മത്സ്യബന്ധന മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പൊയ്യ സ്കൂളിന് മുൻവശം വെച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് നിരോധിത പുകയില ഉൽപ്പന്നം നൽകിയ സംഭവത്തിൽ എറിയാട് അഴിക്കോട് കൊട്ടിക്കൽ സ്വദേശി പടമാട്ടുമേൽ വീട്ടിൽ അബീഷ് എന്നയാളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അബീഷിന് മാള, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനുകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിനുള്ള ഓരോ ക്രിമിനൽ കേസുകളുണ്ട്.
വിദേശത്ത് ജോലിക്ക് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് 4,93,500 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. മാളഷ്ടമിച്ചിറ സ്വദേശി പാലക്കാടൻ വീട്ടിൽ ഹരിദാസൻ എന്നയാളുടെ മകന് ജോർജിയയിൽ ജോലിക്ക് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല തവണകളായി പണം വാങ്ങി വിസ ശരിയാക്കി കൊടുക്കാതെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. മാള പോലീസ് സ്റ്റേഷനിൽ ഹരിദാസന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മാടക്കത്തറ പാണ്ടിപ്പറമ്പ് സൂര്യനഗർ സ്വദേശി ഷാൻ എന്നറിയപ്പെടുന്ന ഷെനീർ എന്നയാളെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഷെനീറിനെ റിമാൻഡ് ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ ശില്പശാലയും കൺവെൻഷനും സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ചിലർ പറയാറുണ്ട് ഒരു കെട്ടകാലം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്നത്തെ കാലം ഒരു വല്ലാത്ത കാലം തന്നെയാണ്. ചിലരതിനെ കലികാലം എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ കലികാലം എന്ന വാക്കുകൊണ്ട് നശിക്കാൻ പോവാണ്, അവസാനിക്കാൻ പോവാണ്. ഇനി ഒന്നും ഒരു ഇല പോലും ഇനി ഇളക്കാൻ പോകുന്നില്ല. കലികാലത്തോടെ ലോകവും കാലവും ചരാചരങ്ങളും ഒക്കെ MC പോൾ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VD പ്രേം പ്രസാദ്, TK സന്തോഷ്, ഷീബ ഗിരീശൻ, M രാജേഷ്, അമൃത TV സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫെയിം ധ്രുവ S തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ വെള്ളൂർ ഗുരുധർമ്മ പ്രബോധന സഭ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രബോധന സഭ പ്രസിഡന്റ് രാജു പനങ്ങാട് അധ്യക്ഷത വഹിച്ചു. KK ചന്ദ്രശേഖരൻ, സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. മാള അഷ്ടമിച്ചിറയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും ഇന്ധനം ലീക്കാകുന്നതായി പരാതി. 3-4 ദിവസമായി ഇവിടെ നിന്നും ഇന്ധനത്തിന്റെ മണമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ പമ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് പെട്രോൾ പമ്പിൽ നിന്നും റോഡിന്റെ വശത്തുകൂടെ ഒഴുകുന്ന തോട്ടിലൂടെ പെട്രോളിന്റെ അംശം നാട്ടുകാർ കണ്ടെത്തുന്നത്. ഇവർ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു വരികയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ടെക്നീഷ്യനെ സ്ഥലത്തെത്തിക്കാൻ പോലീസ് പമ്പുടമയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിന്റെ പഠനോപകരണ വിതരണം നടന്നു. ബാങ്ക് പ്രസിഡന്റ് BM വത്സൻ അധ്യക്ഷനായ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നാളെ മുതൽ നമ്മുടെ കുട്ടികളുടെ പഠനം ആരംഭിക്കുമ്പോൾ അവരെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ മുന്നിലുണ്ട്. കുട്ടികളെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകുന്നത്, കൊണ്ടുവരുന്നത് ഉൾപ്പെടെ, ക്ലാസ് മുറികളിലെ സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പല അപകടങ്ങളും പലപ്പോഴും നമ്മുടെ മുന്നിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കൂടി എല്ലാ അധ്യാപകരുടേതായിട്ടുള്ള ഉത്തരവാദിത്വമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് വാഹനങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ അത് നമുക്ക് കണ്ടാൽ ഭീകരത തോന്നുന്ന രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാകും. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസ് ജലീൽ, വാർഡ് മെമ്പർമാരായ ജോർജ് നെല്ലിശ്ശേരി, KB രഘു, സാബു പോൾ എടാട്ടുകാരൻ, ഉഷ ബാലൻ, ഭരണസമിതി അംഗം KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന 600-ലധികം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, കുട, നോട്ട്ബുക്കുകൾ എന്നിവ വിതരണം ചെയ്തു. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം രാവിലെ 9:30 ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനാകും. ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥിനി രചിച്ച ഗാനം പ്രവേശനോത്സവ ഗാനമാകുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണത്തെ പ്രവേശനോത്സവത്തിനുണ്ട്. കൊല്ലം കൊട്ടാരക്കര താമരക്കുടി SVB HSSലെ വിദ്യാർത്ഥിനിയായ ഭദ്ര ഹരി എഴുതിയ ഗാനമാണ് പ്രവേശനോത്സവ ഗാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്.
മെയ് മാസത്തെ റേഷൻ വിതരണം ജൂൺ 4 വരെ നീട്ടി. സംസ്ഥാനമെങ്ങും തുടരുന്ന കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിലാണ് സമയം നീട്ടിയത്. ട്രാൻസ്പോർട്ട് കരാറുകാരുടെ ബിൽ കുടിശ്ശികകൾ പൂർണ്ണമായും കൊടുത്തു തീർക്കുകയും വിട്ടെടുപ്പും റേഷൻ വിതരണവും സാധാരണ നിലയിൽ നടക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. ജൂൺ മാസത്തെ റേഷൻ വിതരണത്തിനാവശ്യമായ 90% ഭക്ഷ്യധാന്യങ്ങളും വിട്ടെടുത്ത റേഷൻ കടകളിൽ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു. കുന്നംകുളത്തെ കാട്ടകാമ്പൽ മൾട്ടിപർപ്പസ് സർവീസ് സഹകരണ സൊസൈറ്റിയിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരൻ അറസ്റ്റിൽ. സൊസൈറ്റി സെക്രട്ടറി സജിത്താണ് അറസ്റ്റിലായത്. കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ സൊസൈറ്റിയിൽ പണയ സ്വർണം, ആധാരങ്ങൾ, സാലറി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് 2 കോടിയുടെ തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സൊസൈറ്റി സെക്രട്ടറി സജിത്തിനെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചത്. ദേശീയ അംഗീകാര നിറവിൽ വെള്ളാങ്കല്ലൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ച NABH എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ കേരള ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഏറ്റുവാങ്ങി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സജീവ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ശ്രീജ KV, മുൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുഹസ് K കരീം എന്നിവർ സന്നിഹിതരായിരുന്നു. KSKTU അന്നമനട മേഖലാ കമ്മിറ്റി 150ഓളം കുട്ടികൾക്ക് പഠന സഹായം നൽകി. സഹായ വിതരണം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും പോപ്പുലറായ ഒരാൾ എന്ന് പറയുന്നത് വേടനാണ്. വേടന്റെ പാട്ട് എന്ന് പറയുന്നത് സുപ്രസിദ്ധമാണ്. അതിന് ഇതുപോലെയൊന്നും വേണ്ട, 10,000-കണക്കിന് ആളുകൾ, ആ 10,000-കണക്കിന് ആളുകൾ വേടനെ കാണാൻ യേശുദാസിനെ പോലെ, ജയേന്ദ്രനെ പോലെ, പ്രഭാനന്ദനെ പോലെ, അയ്യൂർ സദാശിവനെ പോലെ അങ്ങനെ ഒരു താളക്രമത്തിലൂടെ പാടുന്ന ആളല്ല വേടൻ. പക്ഷെ വേടൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ പെൺകുട്ടികൾക്ക് അവരുടെ ആങ്ങളെ പോലെ, ജ്യേഷ്ഠനെ പോലെ, മകനെ പോലെ അദ്ദേഹം കാര്യങ്ങളാണ് പാടുന്നത്. ഞാൻ പാടനല്ല, പറയനല്ല, പുലയനല്ല, നിങ്ങൾ തമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊരു ഡാഷുമില്ല എന്ന് പറയുന്ന പാട്ട്. UK പ്രഭാകരൻ, ശ്യാമള അയ്യപ്പൻ, TK സതീശൻ, PB വിനോദ്, സിന്ധു ജയൻ, TC സുബ്രൻ, സ്മിജേഷ് തങ്കപ്പൻ, PA ഡേവിസ്, VK ജോസ്, VS രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു പഠന സഹായം വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത നിർമ്മാണം കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കി. മഴ പെയ്തതോടെ വീടുകൾ ചെളിവെള്ളത്തിൽ. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായ കൊച്ചിയിലെ കപ്പൽ അപകടം. കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന പ്രചരണം തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിൽ തൊഴിലാളികൾ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.